ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാവതിയോട് ശരത്ത് പറയാണ്, അമ്മ കണ്ടോ, എന്ത് തന്നെ ആയാലും ശരി, ഞാൻ ഇവിടെ നിന്നും പോവില്ല. എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് സാധിക്കണമെങ്കിൽ ഇവിടെ തന്നെ നിന്നേ പറ്റൂ. അപ്പോൾ പ്രഭാവതി പറയണ, അതിന് ദേവിക നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയില്ലേ, പിന്നെ നീ എന്ത് ചെയ്യാനാണ്? അതൊക്കെ ഉണ്ട് അമ്മേ, ഞാനൊരു കളി കളിക്കാൻ പോവുകയാണ്. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ശരത്ത്. ഇല്ല, ഞാനായിട്ട് ദേവികയോട് ഒന്നും സംസാരിക്കില്ല. പക്ഷേ ദേവിക തന്നെ എന്നോട് പറയും, ഇവിടെ നിന്നും ശരത്ത് പോവേണ്ട, ഇവിടെ തന്നെ നിന്നോ എന്ന് പറയും. അതിനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്, അമ്മ കണ്ടോ എന്നും പറഞ്ഞ് ശരത്ത് അകത്ത് പോവുകയാണ്. അങ്ങനെ പ്രഭാവതി നേരെ ദേവികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദേവികയ്ക്ക് പ്രഭാവതിയെ കണ്ടപ്പോൾ അത്രയ്ക്കങ്ങ് പിടിക്കുന്നില്ല. പ്രഭാവതി ശരത്തിന് വേണ്ടി അവനെ ഇവിടെ തന്നെ നിർത്തണം എന്ന് പറയാൻ വേണ്ടി വരികയാവും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് പ്രഭാവതി പറയാണ്, ദേവിക, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് ശരത്തിനെ ന്യായീകരിക്കാനാവുമല്ലോ വരുന്നുണ്ടാവുക. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് കേട്ടിട്ട് പറയൂ ദേവിക. ഇല്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും താല്പര്യമില്ല, നിങ്ങൾ പറയുന്നത് കേൾക്കാനും താല്പര്യമില്ല. അത് പറ്റില്ല ദേവിക. ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ മറുപടി പറയും. ഇല്ല, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്കും പ്രഭാവതി പറയും, നീ കേട്ടേ പറ്റൂ ദേവിക. ഞാൻ ശരത്തിന് വേണ്ടി സംസാരിക്കാനൊന്നുമല്ല നിന്റെ അടുത്തേക്ക് വന്നത്. ഞാൻ എൻ്റെ മകനെ കുറിച്ച് പറയാനാണ്. നീ ഇപ്പം എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരിക്കലും പിന്മാറരുത്. അപ്പോൾ ദേവിക തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇവരെന്താ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. നിങ്ങളെന്താ പറയുന്നത്? എൻ്റെ മകൻ ആരാണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ മകൻ എന്തെങ്കിലും മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ അവൻ ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്നും ശരത്തിനെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ, പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നത് പോലെ അവൻ ഇവിടെ തന്നെ നിൽക്കാനാണ് ശ്രമിക്കൂ. അതുകൊണ്ട് നീ എടുത്ത തീരുമാനത്തിൽ നിന്നും നീ ഒരിക്കലും പിന്മാറരുത്. അവൻ അതിനു വേണ്ടി പലതും ചെയ്യും, പക്ഷേ നീ അതിലൊന്നും വീണു പോവരുത്. അത് കേട്ടപ്പോൾ ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ്. ശരത്തിനെ കുറിച്ച് എന്താ ഇവരിങ്ങനെ വന്ന് പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ട്. അല്ല, നിങ്ങൾ പ്രഭാവതി അമ്മ തന്നെയല്ലേ? അതെ, ഞാൻ പ്രഭാവതി അമ്മ തന്നെയാണ്. നിനക്കെന്താ എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? പക്ഷേ ശരത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്ന് അല്ല, നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതെ, ഞാനിപ്പോൾ നേരിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. തെറ്റ് കണ്ടാൽ ഞാനത് ഇപ്പോൾ പ്രതികരിക്കും, തെറ്റ് കണ്ടാൽ ഞാനത് ചൂണ്ടിക്കാണിക്കും എന്നൊക്കെ പറയുമ്പോൾ ദേവികയ്ക്ക് തന്നെ അത്ഭുതമാവുകയാണ് പ്രഭാവതിയുടെ ആ മാറ്റമൊക്കെ കാണുമ്പോൾ. എന്നിട്ട് പറയാണ്, എൻ്റെ മോൻ ശരത്ത് ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പലതിനും ശ്രമിക്കും, അതുകൊണ്ട് നീ അതിലൊന്നും വീഴരുത് എന്നും പറഞ്ഞാണ് പ്രഭാവതി പോകുന്നത്. അപ്പോൾ ദേവിക, ഇവരിപ്പോൾ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ, ഇവർക്ക് ഇത്രക്ക് മാറ്റുമോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ശരത്ത് മുത്തശ്ശിയുടെയും പാർവതിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് അവരോട് പറയണേ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അടുത്തത് പ്രയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ വീട്ടിൽ തന്നെ താമസിക്കാം, പോവേണ്ടി വരില്ല എന്ന് പറഞ്ഞപ്പോൾ പാർവതിയും മുത്തശ്ശിയും പറയണേ, നീ പറഞ്ഞതുപോലെ തന്നെയല്ലേ ദേവികയോട് സംസാരിച്ചത്? എന്നിട്ട് അവൾക്ക് ഒരു മാറ്റവും ഉണ്ടായില്ലല്ലോ, അവൾ പോവാനല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിനു കൂടി ശ്രമിക്കണോ? അപ്പോൾ മുത്തശ്ശി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഇത് കൂടി ചെയ്ത് നോക്ക്, ചിലപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാൻ കഴിയും. അപ്പോൾ മുത്തശ്ശി പറയണ, അല്ല, ഇനിയിപ്പോൾ ഇതുകൂടി ചോദിച്ചിട്ട് അവൾ ഇതിൽ നിന്നും സമ്മതം തരികയാണെങ്കിൽ, ഇവിടെ നിൽക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ മറ്റൊരു വാടക വീട്ടിലേക്ക് പോകും. അപ്പോൾ പാർവതി പറയണേ, വാടക വീടാണെങ്കിൽ ഇവിടെയും നമ്മൾ വാടകയ്ക്ക് തന്നെയല്ലേ താമസിക്കുന്നത്? 10,000 രൂപ വരെ ഇവൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എന്നിട്ടിപ്പോൾ എന്ത് കാര്യമാണ്? പിന്നെ ഇതിനിപ്പോൾ ശ്രമിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയണ, അല്ല, വാടകക്കാരെ അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിപ്പിക്കാനൊന്നും കഴിയില്ല, 1 മാസമെങ്കിലും കാലാവധി കൊടുക്കണം. അത് പറഞ്ഞാലോ? അപ്പോൾ ശരത്ത് പറയണേ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്, പക്ഷേ അതെങ്ങാനും ഇനിയിപ്പോൾ പോലീസിൽ വല്ല കംപ്ലൈൻറ്റോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജാമ്യം റദ്ദാക്കും, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയും പാർവതി, അങ്ങനെയാണെങ്കിൽ അത് വേണ്ട. അപ്പോൾ ജാമ്യം റദ്ദാക്കുമെങ്കിൽ അത് വേണ്ട. എങ്കിൽ ശരത്ത് പറഞ്ഞതുപോലെ ഇതുകൂടി ഒന്ന് ചെയ്തു നോക്കട്ടെ, ഇനി ഇത് ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ശരത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി, അതോടുകൂടി ഉറപ്പായിട്ടും ദേവികയ്ക്ക് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ കഴിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാട്ടോ. അങ്ങനെ പാർവതി നേരെ മനോഹരൻ കിടക്കുന്ന ആ ഉടയ്ക്ക് ചെല്ലുകയാണ്, ബാഗൊക്കെ എടുത്തുകൊണ്ട്. എന്നിട്ട് മനോഹരനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ മനോഹരനാണെങ്കിലോ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, കൈയൊക്കെ ഇളക്കുന്നുണ്ട്, അവരോട് പോവരുത് എന്ന് പറയാൻ വേണ്ടി. അവനൊരു ചതിയൻ
അളിയനാണ് എന്നൊക്കെ പറയാൻ വേണ്ടി. പക്ഷേ മനോഹരന് അതിന് കഴിയുന്നില്ല. അങ്ങനെ പാർവതി ഒരക്ഷരം പോലും മനോഹരനോട് സംസാരിക്കാതെ അവിടെ നിന്ന് പോവാൻ ഒരുങ്ങാണ്. മുത്തശ്ശിയും അപ്പോഴത്തേക്ക് വരികയാണ്. വാ അമ്മേ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങാണ്. അപ്പോഴത്തേക്കും ദേവികയും നിത്യയും അവിടേക്ക് വരികയാണ്. അപ്പോൾ നിത്യയോട് പറയണേ, നീ ഞങ്ങളോടൊപ്പം വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ എന്തായാലും വരുന്നില്ല, ഞങ്ങളെന്തായാലും മനോഹരേട്ടനെ കൂടി ഞങ്ങളോടൊപ്പം കൊണ്ടുപോവാണ്. അത് കേട്ടപ്പോൾ ദേവിക അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ ദേവിക, എന്തിനാണ് അച്ഛനെ കൊണ്ടുപോകുന്നത്? പിന്നെ എൻ്റെ ഭർത്താവിനെ ഇവിടെ നിർത്താൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല. എൻ്റെ ഭർത്താവിനെ കൂടി ഞാൻ കൊണ്ടുപോവാണ്. ഒരു ആംബുലൻസ് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും അങ്ങ് പോവും. നീ ഇവിടെ തന്നെ നിന്ന്. നിത്യ നീ വരുന്നില്ലേ? ഇല്ല, ഞാൻ എന്തായാലും വരുന്നില്ല. അല്ല അമ്മ എന്തിനാ അച്ഛനെ കൊണ്ടുപോകുന്നത്? പിന്നെ എൻ്റെ ഭർത്താവിനെ ഞാനല്ലാതെ പിന്നെ ആരാ നോക്കേണ്ടത്? എൻ്റെ ഭർത്താവിനെ ഞാൻ നോക്കിക്കോളാം. അപ്പോഴത്തേക്കും ശരത്ത് അവിടേക്ക് വരികയാണ്. അപ്പോൾ ദേവിക പറയാണ്, വേണ്ട അമ്മ, അച്ഛനെ കൊണ്ടുപോകരുത്. അത് പറയാൻ നീ ആരാണ്? എൻ്റെ ഭർത്താവിനെ ഇവിടെ കിടത്താൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. എൻ്റെ ഭർത്താവിനെ ഞാൻ തന്നെ നോക്കിക്കോളാം. അപ്പോൾ ശരത്ത് പറയണ, ഇവർ സമ്മതിക്കാതിരിക്കുന്നതേ മറ്റൊന്നും കൊണ്ടുമല്ല, നിങ്ങളെല്ലാവരും പോയി കഴിഞ്ഞാൽ ഇവിടെ അച്ഛനെ പിന്നെ നോക്കുകയാണെന്നും പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നെ അച്ഛനെ അങ്ങ് ഇല്ലാതാക്കാലോ. അതാണ് ഇവരുടെ ലക്ഷ്യം. അത് കേട്ടപ്പോൾ ദേവികയൊക്കെ നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് നിത്യയോട് പറയണേ, നിത്യേ നീ ഇവിടെ തനിച്ച് നിൽക്കണ്ട. അതും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഇവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നീ തനിച്ചാണ് ഈ വീട്ടിൽ. അത് അത്രക്ക് സേഫ് അല്ല ഇന്നത്തെ കാലം. അപ്പോൾ നിത്യ പറയണേ, എന്നെ നോക്കാനേ എനിക്കറിയാം. അപ്പോൾ ശരത്ത് പറയണേ, അങ്ങനെയൊന്നും പറയണ്ട, ഇവരിവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ തനിച്ചാണ്, അതുകൊണ്ട് അപകടം തന്നെയാണ് എന്ന് പറയുമ്പോഴൊക്കെ ദേവികയ്ക്ക് ശരത്ത് പറയുന്ന വാക്കിൽ ഒരു പേടി വരികയാണ് കേട്ടോ. അങ്ങനെ ദേവിക നിത്യയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. നിത്യേ, എനിക്കെന്തോ ഇവൻ്റെ സംസാരത്തിൽ ഒരു പേടി തോന്നുന്നു. ഞാൻ ജോലിക്ക് പോയാൽ നീ തനിച്ചാണെന്നൊക്കെ പറയുന്നത് അവൻ എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ്. നിന്നെ എന്തെങ്കിലും ചെയ്യാൻ അവൻ തന്നെ വരാതിരിക്കില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു. ഇല്ല ചേച്ചി, അതൊന്നും ഒരു കുഴപ്പവുമില്ല. അല്ല പിന്നെ അച്ഛനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല. അച്ഛനെ ഇവിടെ നിന്ന് അവൻ ഇവിടെ തന്നെ നിന്നോട്ടെ. അവൻ്റെ കളി തന്നെയാണ്. അവനാണ് അമ്മയോടും മുത്തശ്ശിയോടും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇത് അവൻ്റെ കളി തന്നെയാണ്. എന്തായാലും അവൻ ഇവിടെ തന്നെ നിന്നോട്ടെ. നിത്യ പറയണേ, നല്ലൊരു ചാൻസ് ആയിരുന്നു, ഇതിപ്പോൾ നഷ്ടപ്പെട്ടല്ലോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവൻ തന്നെ ഇതിലും വിജയിച്ചു. എന്നാലും വേണ്ടില്ല, എല്ലാവരും കൂടി ഇവിടെ താമസിക്കാം. പക്ഷെ അവൻ്റെ ഒരു ഉദ്ദേശവും നടക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്ന ആ സമയത്തൊക്കെ മനോഹരൻ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അതുപോലെ മനോഹരൻ്റെ കൈയൊക്കെ ഇളകുന്നുണ്ട്. പക്ഷേ മനോഹരന് ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മനോഹരനെ എണീക്കാനൊന്നും കഴിയുന്നില്ല. മനോഹരൻ്റെ കൈവിരലുകൾക്ക് മനോഹരൻ ഇങ്ങനെ ഇളക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ദേവിക ചെന്ന് പറയുകയാണ്, നിങ്ങൾ ആരും ഇവിടെ നിന്നും പോവണ്ട, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ നിന്നോ എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ ശരത്തിന് ഒരുപാട് സന്തോഷമാവാണ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ മുത്തശ്ശിയും പാർവതിയൊക്കെ. അങ്ങനെ പിന്നെ ശരത്ത് നേരെ മനോഹരൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മനോഹരനോട് പറയാണ്, എനിക്ക് ദേവികയെ കൊല്ലാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. ഏതായാലും ഒരുപാട് പേരെ കൊന്നതിൽ ഇനിയിപ്പോൾ ദേവികയ്ക്ക് വേണ്ടി 2-3 പേരെ കൊല്ലാനും എനിക്കൊരു മടിയുമില്ല. ദേവികയെയും സിദ്ധുവിനെയും ഇല്ലാതാക്കാൻ എനിക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട. പക്ഷേ ഞാനത് ചെയ്യാത്തത് എനിക്ക് ദേവികയിൽ ഒരു ലക്ഷ്യമുണ്ട്. എനിക്ക് നിത്യയല്ല വേണ്ടത്, എനിക്ക് ദേവികയാണ് വേണ്ടത്. അവളെ എനിക്ക് വേണം. അതിനു വേണ്ടി തന്നെയാണ് അവളെ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അവൾക്ക് എന്നോട് ഒരിക്കലും ഏറ്റുമുട്ടാൻ കഴിയില്ല. അവൾക്ക് അത്രയ്ക്ക് പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശരത്ത് മനോഹരനോട് സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മനോഹരന് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. മനോഹരൻ സംസാരിക്കാനും കൈവിരൽ ഇളക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശരത്ത് നേരെ പിന്നെ നിത്യയുടെയും ദേവികയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് ദേവികയോട് വെല്ലുവിളി പോലെ സംസാരിക്കുന്നുണ്ട്. നിനക്കൊരിക്കലും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ കഴിയില്ല. ഇനി മുതൽ ഞാനും നീയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത്. നീ എലിയും ഞാൻ പൂച്ചയുമാണെന്ന് പറയുമ്പോൾ ദേവിക പറയും, അങ്ങനെയല്ല, നീ എലിയും ഞാൻ പൂച്ചയുമാണ് ശരത്തെ, ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് 2 പേരും വെല്ലുവിളികളൊക്കെ നിത്യയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ ശരത്ത് ജയിച്ച അഹങ്കാരത്തോടു കൂടിയാണ് വീട്ടിലേക്ക് കയറുന്നത്. ഈ സമയം ചന്ദ്രയാണെങ്കിലോ ജയിച്ച സന്തോഷത്തിൽ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് പ്രേമയും സിദ്ധുവും രംഗനും
അച്ഛനൊക്കെ പുറത്തേക്ക് വരികയാണ്. എന്താടി നീ ഇവിടെ കാണിക്കുന്നത്? അപ്പോൾ ചന്ദ്ര അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, നിങ്ങളുടെ പുന്നാര അനിയനുണ്ടല്ലോ, എല്ലാവരെയും തോൽപ്പിക്കുമെന്ന് കരുതി നടന്ന അയാളെ ഞാൻ തോൽപ്പിച്ചില്ലേ, ഞാൻ ജയിച്ച സന്തോഷമാണ് ഇപ്പോൾ ഈ പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ സിദ്ധു പറയാൻ, നീ വല്ലാതെ അങ്ങ് അഹങ്കരിക്കുകയൊന്നും വേണ്ട, നീ ഒന്ന് ജാമ്യത്തിൽ ഇറക്കി എന്ന് കരുതിയിട്ട് അവനെ വെറുതെ വിട്ടു എന്നൊന്നും കരുതണ്ട, അവനെതിരെ കേസും അന്വേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അതിൽ നിന്നും ഞങ്ങൾ ശരത്തിനെ രക്ഷപ്പെടുത്തും, ഞാൻ തനിച്ചല്ല, എന്നോടൊപ്പം വിഷ്ണുവുമുണ്ട്. അപ്പോൾ പ്രേമ പറയണേ, നീ വല്ലാതെ സന്തോഷിക്കുകയും അഹങ്കരിക്കുകയൊന്നും വേണ്ട, നീയൊന്നും അല്ലല്ലോ ജയിച്ചത്, ആ വിഷ്ണു കാരണമല്ലേ ശരത്ത് പുറത്തിറങ്ങിയത്. അപ്പോൾ ചന്ദ്ര പറയണേ, ഞാനും വിഷ്ണുവും ഒന്ന് തന്നെയാണ്, അവൻ ജയിച്ചാൽ ഞാൻ ജയിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ സിദ്ധു പറയണ, എനിക്കും അത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചന്ദ്ര പറയണ, ഇപ്പോഴാണോ തോന്നിയത്? ഇനിയും ഒരുപാട് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഈ പുന്നാര അനിയനെ എന്നേക്കുമായി തോൽപ്പിച്ചിരിക്കും ഈ ചന്ദ്രയും വിഷ്ണുവും കൂടി തന്നെ എന്നൊക്കെ പറയുമ്പോൾ സിദ്ധുവും തിരിച്ച് അങ്ങോട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. നീ ജയിച്ചു എന്നൊന്നും കരുതി അഹങ്കരിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ സിദ്ധുവിനെ നല്ല ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലാണ് ചന്ദ്ര സംസാരിക്കുന്നത്. അങ്ങനെ പ്രേമ പറയണേ, ഇവിടെയൊക്കെ ആകെ വൃത്തികേടാക്കി, ഇതൊക്കെ അങ്ങ് അടിച്ചു വാരിയിട്ടോളണം. അപ്പോൾ ചന്ദ്ര പറയണ, അതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങളിപ്പോൾ എന്നോട് ഈ കാണിക്കുന്ന ദേഷ്യം നിങ്ങളുടെ അനിയനെ തോൽപ്പിച്ച ദേഷ്യമാണെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം ചന്ദ്രയും ഒപ്പം ചെല്ലുകയാണ്. എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ പ്രേമ പറയണ, അവൾ തനിച്ചങ്ങനെ അച്ഛനോട് സംസാരിക്കേണ്ട, അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ കൂടി ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്രേമ അവരോടൊപ്പം ചെല്ലുകയാണ് കേട്ടോ. അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ചന്ദ്ര അച്ഛൻ്റെ കയ്യിൽ പൈസ കൊടുക്കാൻ ഒരുങ്ങുകയാണ്. അത് കണ്ടുകൊണ്ടാണ് പ്രേമ വരുന്നത്. വേണ്ട അച്ഛ, അത് വാങ്ങിക്കേണ്ട. അപ്പോൾ ചന്ദ്ര പറയണ, അച്ഛൻ ഇത് വാങ്ങിക്കുക, എനിക്ക് ശമ്പളം കിട്ടിയതാണെന്ന് പറയണ. അപ്പോൾ പ്രേമ പറയണ, അത് വാങ്ങിക്കരുത്, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ താലിമാല വിറ്റ് കിട്ടിയ പൈസയാണ് ഇത്, അത് ഒരിക്കലും വാങ്ങരുത് അച്ഛ, ഇത് വാങ്ങിച്ചാൽ അവർ നശിച്ചു പോകും എന്ന് പറയുമ്പോൾ, എന്താ പ്രേമൻ ഈ പറയുന്നത്? അതെ, ശരത്തിനെ പുറത്തിറക്കാൻ വേണ്ടി ഇവള് ചോദിച്ച പൈസയാണ്, പാർവതിയുടെ കയ്യിൽ പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് താലിമാല വരെ ഇവൾ വാങ്ങി, അത്രയ്ക്ക് ക്രൂര മനസ്സാണ് എന്ന് പറയണ. അപ്പോൾ അച്ഛൻ പറയണ, അതൊരിക്കലും ശരിയായില്ല മോളെ, ഈ പൈസ കയ്യിലിരിക്കുന്നവർ നശിച്ചു പോവുകയുള്ളൂ, ഇതൊരിക്കലും നീ വാങ്ങരുതായിരുന്നു, നീ ഇത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ പ്രേമയോട് ചന്ദ്ര പറയണ, ഇല്ല, ഒരിക്കലും ഞാൻ ഈ പൈസ തിരിച്ചു കൊടുക്കില്ല, ഇതേ ഫീസായിട്ട് എനിക്ക് കിട്ടിയതാണ്, ഞാൻ ശരത്തിനെ പുറത്തിറക്കിയത് വെറുതെ ഒന്നുമല്ല, എനിക്ക് അവർ ഫീസ് തരേണ്ടേ, അപ്പം പിന്നെ അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ താലിമാല വിറ്റിട്ട് തന്നെയല്ലേ തരേണ്ടത്, ഞാൻ എന്തായാലും ഈ പൈസയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രേമ പറയണേ, ഈ പൈസ നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലവും നീ നശിക്കുകയേ ഉള്ളൂ, പെട്ട ഒരു സ്ത്രീയുടെ താലിമാല വിറ്റ പൈസയാണെന്ന് നീ ഓർക്കണമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണേ, എനിക്കതൊന്നും ഒരു വിഷയവുമില്ല, എൻ്റെ ഫീസാണിത്, ഇത് ആര് തന്നെ എന്ത് പറഞ്ഞാലും ഞാനിത് കൊടുക്കാനും പോകുന്നില്ല, നിങ്ങളിപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ അനിയനെ ഞാൻ തോൽപ്പിച്ച ആ ദേഷ്യം കൊണ്ടാണെന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നും പറഞ്ഞിട്ടാണ് ചന്ദ്ര അകത്ത് പോകുന്നത്. അപ്പോൾ പ്രേമ ഇവള് ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.